പറയട്ടെ. ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് സാറ്റർഡേ ഈവനിങ് ആണ്. വൈകിട്ടത്തെ എൻ്റെ പണി കണ്ട കൂട്ടുകാരെ, എൻ്റെ വീട്ടിൽ ഞാൻ താമസിക്കുന്നിടത്ത് ഞാൻ തന്നെ ഓരോ സ്ഥലങ്ങളിലെല്ലാം പോയിട്ട് വരുമ്പോൾ വാങ്ങിക്കൊണ്ട് നേരത്തെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വാഴയുടെ എല്ലാം. അതിൽ നിന്നും ഇന്ന് കിട്ടിയ ഒരു കുലയാണ് ഇത്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പോവുകയാണ്. ഇത് പഴുത്ത് നിൽക്കുന്നത് കണ്ടു. അങ്ങനെ ഇപ്പോൾ നമ്മൾ വാഴയ്ക്കകത്തുനിന്ന് ഇത് കട്ട് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ. ഇനി ഞാൻ ഇതിൻ്റെ വിതരണമാണ് തൊട്ടപ്പുറവും ഇപ്പുറവും ഒക്കെയുള്ള നമ്മുടെ അയൽക്കാർക്കും നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ ഇത് സപ്ലൈ ചെയ്യാൻ പോവുകയാണ്. കാരണം ഇത്രയും വേറെ ഒരു കുലയുണ്ട്. ഈ കുലയെല്ലാം ഇപ്പോൾ അതാണ് ചെയ്യാൻ പോകുന്നത്. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് ചാമ്പക്കാളി എന്നാണ് ഇതിൻ്റെ പേര്. ഒരു നല്ല രുചിയും എല്ലാം ഉള്ള ഒരു പ്രത്യേക ഇനത്തിലെ വാഴയാണ്. വലിയ ഒരു കുലയായിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇത് എല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും പഴുക്കുന്നത്. അത് കാരണം നമുക്കിതങ്ങനെ വെച്ചേക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് നമ്മൾ പച്ചയായിട്ടിരിക്കുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇവിടെ എല്ലാ കൂട്ടുകാരും ഇതൊരു ഇൻസ്പിറേഷനായിട്ട് എടുത്ത് എല്ലാവരും അവരവരുടെ വീട്ടിൻ്റെ മുറ്റത്ത് കുലകൾ നടണം. ഞാനിതിനെ ഓരോന്നായിട്ട് ഓരോ പടലായിട്ട് വെട്ടിയെടുക്കുകയാണ് കൂട്ടുകാരെ. എല്ലാവരും വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഇത് ചെയ്യണം. കണ്ട കൂട്ടുകാരി ഒരെണ്ണം അതിനകത്ത് പഴുത്ത് നിന്നു. അത് ഞാൻ മുകളിൽ തുണി വിരിക്കാനായിട്ട് പോയപ്പോൾ കണ്ടു. അങ്ങനെ കട്ട് ചെയ്തുകൊണ്ട് വന്നതാണ്. അങ്ങനെ ഒരെണ്ണം ഞാൻ കട്ട് ചെയ്ത് ഇവിടോട്ട് വെച്ചു. ഇനി അടുത്തത് കട്ട് ചെയ്യുകയാണ് കൂട്ടുകാർ. അങ്ങനെ കുല ഞാൻ വെട്ടി പാർട്ടാക്കി ഓരോ പടലയാക്കി ഇങ്ങോട്ട് മാറ്റി വെച്ചു. വേണ്ട ഈ സാധനം, ഈ കൂമ്പെന്ന് പറയുന്നത് എല്ലാ വഴിയിടത് എടുക്കും തോരൻ വയ്ക്കാനെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. പക്ഷേ അവിടെ ഇരുന്ന് ഉണങ്ങിപ്പോകും. ഇതാണ് ഇവിടുത്തെ പരിപാടി. കാരണം ഇത് തോരൻ വയ്ക്കണമെന്ന് മനസ്സിലാഗ്രഹമുണ്ടെങ്കിലും എനിക്ക് മടിയാണ് ഇത് തോരൻ വയ്ക്കാൻ. അത് കാരണം ഇതിവിടെ ഇരിക്കുക. അങ്ങനെ പടലയാക്കി ഇത്രയും പടലയാക്കി വെച്ച് ഇനി ഇത് എല്ലാവർക്കും ഒക്കെ കൊടുക്കുകയാണ്. ഇതിനെ ഇവിടെ വെച്ചേക്കുകയാണ്. പിന്നീട് ഇത് കട്ട് ചെയ്യും. അങ്ങനെ ഞാൻ ഇനി ഇത് കവറിലാക്കാൻ പോവുകയാണ് കൂട്ടുകാരെ. അങ്ങനെ എല്ലാവരും ഇത് കണ്ട് ഇതിനകത്തുനിന്ന് എല്ലാവരും നമ്മളെ വീട്ടിൽ നമ്മൾ നല്ലതുപോലെ അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കാർഷിക വിളയ്ക്ക് അതിൻ്റേതായ ഒരു അഭിമാനമുണ്ട് നമുക്ക്. ഇതുപോലെ ഓരോ ഉൽപ്പന്നങ്ങൾ നമ്മളെ വീട്ടിൽ നമ്മൾ കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് ഉണ്ടാക്കിയെടുക്കണം. അന്നേരം നമ്മളെല്ലാവരും സെൽഫ് സഫിഷ്യൻ്റ് ആവും. അന്യ സംസ്ഥാനങ്ങളെയൊന്നും ആശ്രയിക്കേണ്ടി വരത്തില്ല. ഇതുപോലെ നമുക്ക് ഓരോ പച്ചക്കറികളെല്ലാം നമുക്കിവിടെ വളർത്താനായിട്ട് കഴിയും. കേട്ടോ കൂട്ടുകാരെ, എല്ലാവരും ഈ വീഡിയോ കാണണം. ഇത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും മറക്കരുത്. കമൻറ്റ് ഷെയർ മറക്കല്ലേ കൂട്ടുകാരെ. പുതിയതായിട്ടുള്ള കൂട്ടുകാരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.